എന്തൊക്കെ പറഞ്ഞാലും ഭൗതിക ആസക്തി നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. 500 കോടിയുടെയും 1000 കോടിയുടെയൊക്കെ അഴിമതി നാം കേൾക്കുമ്പോൾ നാം പറയും, ഈ പണമൊക്കെ ഇവർ എവിടെ കൊണ്ടുവയ്ക്കുന്നു? മരിച്ചാൽ ആരെങ്കിലും കൊണ്ടുപോകുമോ? പക്ഷേ നമ്മളും അതുതന്നെയാണ്. നമ്മുടെ അവസരത്തിനൊത്ത് നമുക്ക് പറ്റുന്ന രൂപത്തിൽ നാമും ഈ ഭൗതിക വസ്തുക്കൾ വാങ്ങിക്കൂട്ടാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് വസ്തുവായാലും പണമായാലും വാഹനമായാലും വസ്ത്രമായാലും ഏത് രൂപത്തിലും നമുക്ക് ആവശ്യത്തിലധികമായിട്ട് എത്ര കിട്ടിയാലും മതിയാവാത്ത രീതിയിൽ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണിത്? നാം പള്ളിയിലും അമ്പലത്തിലും ആത്മീയ കേന്ദ്രങ്ങളിലും എല്ലാം പോകുന്നു. അവിടെയൊക്കെ നമ്മെ സന്മാർഗം ഉപദേശിക്കുന്നു. മനുഷ്യൻ നശ്വരമാണെന്ന് പറയുന്നു. ഒക്കെ നാം കേൾക്കുകയും മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഭൗതികത നാം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് പറയുമ്പോഴും ഇത് സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രമാണ്, ഒരു സയൻസാണ്. അതായത് മനുഷ്യനെയായാലും ഈ നമ്മളെ ചുറ്റുപാടുകളായാലും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് മാറ്റർ കൊണ്ടാണ്, മൂലകങ്ങൾ കൊണ്ടാണ്. ഈ മൂലകങ്ങൾ പരസ്പരം ആകർഷിക്കുന്നതാണ്. ആ ആകർഷണമാണ് ഈ ഭൗതിക ആസക്തിക്ക് പിന്നിൽ. മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നതും വിവിധ മൂലകങ്ങൾ കൊണ്ടാണ്. ഈ ഭൂമിയെ നിർമ്മിച്ചിരിക്കുന്നതും മൂലകങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രഹങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു. എല്ലാ വസ്തുക്കൾക്കും ഈ ആകർഷണമുണ്ട്. മനുഷ്യനും ഈ ആകർഷണം, മറ്റ് വാരിക്കൂട്ടുവാനുള്ള ആകർഷണം, അതായത് ഭൗതികത തന്നെ അതൊരു മൂലകങ്ങളാണ്. ഈ വസ്ത്രമായാലും ഈ നേരത്തെ പറഞ്ഞ എല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം, അതെല്ലാം അതൊരു ദ്രവ്യം, മനുഷ്യൻ ഒരു ബേസിക്കായിട്ടൊരു മൂലകമായതുകൊണ്ടാണ് ഇത് ആഗ്രഹിക്കുന്നത്. അതാണ് ഇതിൻ്റെ സയൻസ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഗീർവാണം പറഞ്ഞിട്ട് കാര്യമില്ല.